ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചിട്ടും PMAY പദ്ധതിയെക്കുറിച്ചിട്ടും എന്ത് അപ്ഡേറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാലും ഞാൻ അപ്പോൾ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഏകദേശം ഒരു 4-5 ദിവസമായി. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഏപ്രിൽ 30-ാം തീയതി, അതായത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ 29-ാം തീയതിയാണ്. ഏപ്രിൽ 30-ാം തീയതി വരെയാണ് നിലവിൽ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കാലാവധിയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഏത് സമയത്ത് ലൈഫ് മിഷൻ പദ്ധതിയുടെ അപേക്ഷ കൊടുക്കാനുള്ള ഡേറ്റുകൾ വന്നു കഴിഞ്ഞാലും അത് പിന്നീട് നീട്ടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഈ ഡേറ്റും നീട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് പേര് അപേക്ഷകരായിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ഒരു കാലയളവിനുള്ളിൽ പല കാരണങ്ങൾ കൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കണമെന്നില്ല. നിലവിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷകൾ കൊടുത്ത് വീട് ലഭിക്കാത്തവർക്ക് അതിനെ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ ലഭിക്കാനുള്ള സർവേയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെൽഫ് സർവേ ആണ്. സാധാരണയായിട്ട് നമുക്ക് അറിയുന്നതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലൊക്കെ സർവേ മുഖേനയാണ് ആൾക്കാരെ, ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ആർക്കാണോ അർഹതയുള്ളത് അവർക്ക് ആ രീതിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് സർവേ നടത്തിയിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ സെൽഫ് സർവേ ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ തന്നെ 2 ആപ്പുകൾ മുഖേന നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സെൽഫ് സർവേ വന്നിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള PMAY പദ്ധതിയിലാണ് അപേക്ഷകൾ നൽകുന്നത്. അപ്പോൾ വനിതാ അംഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതൽ മുൻഗണന ലഭിക്കുന്നത്. സാധാരണയായിട്ട് ലൈഫ് മിഷൻ പദ്ധതിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. വനിതാ അംഗങ്ങൾക്ക് തന്നെയാണ് മുൻഗണന ലഭിക്കാറുള്ളത്. അപ്പോൾ വീട്ടിലുള്ള വനിതാ അംഗത്തിൻ്റെ പേരിൽ തന്നെ അപേക്ഷ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏത് രീതിയിലാണ് സർവേ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള അപ്ഡേറ്റുകളും എൻ്റെ ചാനലിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് PMAYG.nic.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആപ്പുകളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ഓപ്പണായിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 2 ആപ്പിൻ്റെയും. ഒന്ന് ആവാസ് പ്ലസ് 2024 സർവേ എന്ന് പറയുന്നൊരു ആപ്പും രണ്ടാമത്തേത് ആധാർ ഫേസ് RD എന്ന് പറയുന്നൊരു ആപ്പുമാണ്. പ്രൈവസിയുടെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ആപ്പിൽ കയറി കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആ ഒരു പേജ് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആവാസ് പ്ലസ് ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. അതിൽ ഇംഗ്ലീഷാണോ, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അടുത്ത ഒരു ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത് 2 ഓപ്ഷൻസാണ്. അസിസ്റ്റഡ് സർവേയും അതുപോലെ തന്നെ സെൽഫ് സർവേയും. അതിൽ സെൽഫ് സർവേ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ആധാർ കാർഡിൻ്റെ നമ്പർ അടിക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആധാർ കാർഡ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓതൻറ്റിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ്റെ ഒരു കാര്യമാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ആരാണോ അപേക്ഷ കൊടുക്കുന്നത് അവരുടെ ഫേസ് കാണിച്ചുകൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അപ്പോൾ ആ ഒരു EKYC വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അങ്ങനെ നിങ്ങളുടെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഒരു പിന്നാണ് നിങ്ങൾ പിന്നെ റെഡിയാക്കേണ്ടത്. ആ ഒരു പിന്ന് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ലോഗിൻ അതിന് ശേഷം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, നിങ്ങളുടെ ഏത് ജില്ലയിലാണ് പെടുന്നത്, ഏത് ബ്ലോക്കിലാണ് പെടുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് അതിൽ ഉണ്ടാവുക. ഞാനിപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോയി ഈ സെൽഫ് സർവേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിലൊരു 14 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ വാട്സപ്പിൽ ഫോർവേഡായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ അതിൽ ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു സെൽഫ് സർവേ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കാരണം വീടില്ലാത്ത ഒരാൾക്ക് വീട് അതുവഴി കിട്ടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അത് എന്നെ സംബന്ധിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തതല്ല എന്നുകൂടി ഞാൻ പറയുന്നു. ക്രെഡിറ്റ് കൊടുക്കേണ്ട ആൾ ആ ഒരു വീഡിയോയിൽ തന്നെ അവർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി അടുത്ത എന്ത് അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാലും എൻ്റെ ചാനലിലൂടെ നിങ്ങളെ ഞാനത് അറിയിക്കുന്നതായിരിക്കും.